എഫെസസ് 5:19 ഇങ്ങനെ പറയുന്നു: ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഓരോരുത്തരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ നമ്മുടെ സംസാര രീതികൾ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും കുറ്റം വിധിച്ചും നിന്ദിച്ചുമൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. എന്നാൽ ശ്ലീഹ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഗാനാലാപത്തോടും സന്തോഷത്തോടും കൂടി സംഭാഷണം ചെയ്യുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ നമുക്ക് സംഭാഷണം ചെയ്യുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ ഒത്തിരി മക്കളെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. സ്നേഹം കൊടുക്കാതെ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസികളെ, നമ്മളുമായി ബന്ധപ്പെടുന്നവരെയൊക്കെ നമുക്ക് ഒരു നിമിഷം നമുക്ക് ചിന്തിച്ച് നോക്കാം. ആരെയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഇത്തരത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഈ നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കവരെ സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പൂർവികരെയും എല്ലാം നമുക്ക് ഓർക്കാം. നമ്മളുമായി കണ്ടുമുട്ടിയിട്ടുള്ളവര് ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഈ നിമിഷം നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിനായി അവരെല്ലാം അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഈ നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തില് കർത്താവേ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം ഹൃദയങ്ങളിലേക്ക് കർത്താവേ അങ്ങയുടെ തിരു രക്തം ഒഴുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കെല്ലാം അവിടുത്തെ തിരു രക്തം ഒഴുക്കണമേ. ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവരെ എല്ലാം സ്നേഹിക്കുവാൻ അവിടുത്തെ സ്നേഹത്തിന്റെ അഗ്നി ഞങ്ങളിലേക്ക് ജ്വലിപ്പിക്കണമേ. വീണ്ടും വീണ്ടും നമുക്ക് ആ മക്കളെ എല്ലാം ഓർക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അവരെ അനുഗ്രഹിക്കുവാൻ കർത്താവേ അവരോട് കരുണ കാണിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പൂർവികരോട് കരുണ കാണിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും എല്ലാം കർത്താവേ മാപ്പപേക്ഷിക്കുന്നു. ഈ നിമിഷം നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവികരെയും ഞങ്ങളുടെ ബന്ധുക്കളെയും എല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരുണയ്ക്കായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി കേഴുന്നു എൻ ദൈവമേ, ദയയാമെന്നിൽ കനിയേണമേ. കരുണയ്ക്കായി കേഴുന്നു എൻ യേശുവേ,
കരുണയ്ക്കായി അവരെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ദൈവമേ അകന്നുപോയ മക്കളിലേക്കെല്ലാം ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി ഒഴുകുവാൻ ഈ നിമിഷം പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി കേഴുന്നു യേശുവേ എന്നിൽ അലിവേഗണേ എന്നിൽ അലിവേഗണേ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 84:10 ഇങ്ങനെ പറയുന്നു: അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഈശോ നമ്മളോട് പറയുന്നുണ്ട്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയില്ല എന്ന്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈശോ യോഹന്നാന്റെ സുവിശേഷം 10:10 ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടിയാണ് എന്ന്. യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരുവാൻ, ശക്തിപ്പെടുവാൻ, നമ്മുടെ എല്ലാ കുറവുകളും പോരായ്മകളെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. സങ്കീർത്തനം 95 പറയുന്നു: വരുവേൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം, കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി കൃതജ്ഞതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നമുക്ക് കർത്താവിന്റെ അചഞ്ചലമായ ആ സ്നേഹം വേണ്ടുവോളം ആസ്വദിക്കുവാനായിട്ട് നമ്മളിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന എല്ലാ ബലഹീനതകളെ നമുക്ക് ഓർക്കാം. തെസലോനിക്ക 5:17-18 ഇങ്ങനെ പറയുന്നുണ്ട്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവേൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവേൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവേൻ. ഇതാണ് പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ഹിതം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാനാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. ആ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളെയും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മുടെ രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ തകർച്ചകളായിരിക്കാം, മറ്റുള്ളവര് നമ്മളെ നിന്ദിച്ച നിമിഷങ്ങളായിരിക്കാം. ഏതവസ്ഥയിലായിരുന്നാലും അതെല്ലാം ഈ നിമിഷം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായി നീ വസിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ മനമുയർത്തി, കരമുയർത്തി, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം മക്കളിൽ നിറയണമേ, സന്തോഷത്താൽ സമാധാനത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഭാഷാവരത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, എല്ലാ ബന്ധനങ്ങളും മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗപീഠകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ഈ നിമിഷം പാടാം. തകർച്ചകളിൽ നിന്നെ കൈപിടിക്കാം, പരാജയത്തീരത്തു നിന്നെയും കാത്തിരിക്കുന്നു ദൈവം. അതെ, നിന്റെ തകർച്ചകളിൽ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിനെല്ലാം സമർപ്പിക്കാം. നിന്റെ കൈപിടിക്കാം, പരാജയത്തീരത്തു നിന്നെയും കാത്തിരിക്കുന്നു ദൈവം. ഹൃദയം തുറന്ന് നമുക്ക് പാടാം. ചൂടയിൽ ഒരു കാഞ്ചനം പോലെ, ഉലയിലെത്തി ചൂടയിൽ ഒരു കാഞ്ചനം പോലെ, സകരാജ്ഞിയിൽ നിന്നെ ശുദ്ധമാക്കും ദൈവം നിന്നെ പരിതങ്കമാക്കും. സകരാജ്ഞിയിൽ നിന്നെ ശുദ്ധമാക്കും ദൈവം നിന്നെ പരിതങ്കമാക്കും. എന്റെ തകർച്ചകളിൽ നിന്റെ കൈ പിടിക്കാം, പരാജയത്തീരത്തു നിന്നെയും കാത്തിരിക്കുന്നു ദൈവം, കാത്തിരിക്കുന്നു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 41 ഇങ്ങനെ പറയുന്നു: ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഏറ്റവും കൂടുതലായി നമ്മളെ ഓരോരുത്തരെയും ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന്റെ അവസ്ഥകളിൽ ഒത്തിരി ദുഃഖിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, വേദനിക്കുന്നവരുണ്ടെങ്കിൽ, അതെല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ ഈശോ തീർച്ചയായിട്ടും അവരെല്ലാം തൊട്ട് സുഖപ്പെടുത്തും. അവിടുന്ന് എപ്പോഴും അനുഗ്രഹിക്കുവാൻ വേണ്ടി കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ദൈവമാണ്. ആ തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ, ഹൃദയപൂർവ്വം എല്ലാവരോടും ക്ഷമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തും.
ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാം. ഇനി മുതൽ ദരിദ്രരോടും അവശരായവരോടൊക്കെ ഞാൻ കരുണ കാണിക്കും. അങ്ങനെ ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നെല്ലാം വിമുക്തരായി മോചിതരായി രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുമെന്ന് ഈ നിമിഷം നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു സാബത്തിൽ യേശു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി അശുദ്ധാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാതെ കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഏതെങ്കിലും തരത്തിലൊക്കെ ആത്മീയമായും ശാരീരികമായും മാനസികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഒത്തിരി കൂനിപ്പോയ മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ശുശ്രൂഷയിൽ നിന്നൊക്കെ അകന്നു പോയവര്, ഇത്തരത്തിലൊക്കെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്നൊക്കെ അകന്നുപോയി പലതരത്തിലുള്ള ബന്ധനത്തിൽ അകപ്പെട്ട് പിശാചിനാൽ പീഡിക്കപ്പെട്ട് കൂനിപ്പോയ അവസ്ഥയിൽ നിന്നെല്ലാം നിവർന്നു നിൽക്കുവാൻ ഈ നിമിഷം നമുക്ക് അവരെയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രിയമുള്ളവരെ, സകലവിധ കൂനിപ്പോയ മക്കള്, വിശ്വാസത്തിൽ നിന്ന് കൂനിപ്പോയവരുണ്ടെങ്കിൽ അവരെ എല്ലാം നമുക്ക് കൊടുക്കാം. അവർക്ക് എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സ് ഹൃദയം ഉയർത്തി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ നിമിഷം ഗായക സംഘത്തോട് ചേർന്ന് വീണ്ടും കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. കൈയടിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഒരു സന്തോഷത്തോടെ, ആനന്ദത്തോടെ. അതെ, കരങ്ങൾ കപ്പുകൊട്ടി കിന്നരമേറ്റിയും കർത്താവിനെ സ്തുതിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, ആനന്ദത്തോടെ, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇതാ ഈ നിമിഷം നമുക്ക് സ്തുതിക്കാം. ഞാനും ബലപ്പെടുത്തും, നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അബ്രാഹത്തിൻ ദൈവം ഞാനാണെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. അബ്രാഹത്തിൻ ദൈവം ഞാനാണെന്നും
അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. ഇസ്രായേലേ ദേശം ഞാൻ നിനക്കു നൽകും. ഭൂമധ്യേ നീ എന്നും അനുഗ്രഹമാകും. ഇസ്രായേലേ ദേശം ഞാൻ നിനക്കു നൽകും. ഭൂമധ്യേ നീ എന്നും അനുഗ്രഹമാകും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും.